ബൈബിളിലെ പുതിയ നിയമ പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള പഠനത്തിന്റെ ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ക്രിസ്തു എപ്രകാരം വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ എല്ലാ അധ്യായങ്ങളും, അതായത് 4 അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായങ്ങളുടെ എല്ലാം ഒടുവിലത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്ക് വിശ്വാസികൾക്കുള്ള പ്രത്യാശയെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് ഭാര്യമാരെ നഷ്ടപ്പെട്ടവരും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരും സന്താനങ്ങളെ നഷ്ടപ്പെട്ടവരും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുമായി ആശയറ്റവരെ പോലെ ഇരിക്കുന്ന തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തര ശരീരങ്ങളായി ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ 1 തെസ്സലോനിയിൽ കർത്താവായ യേശു തന്റെ കാന്തയായ സഭയെ സ്വീകരിപ്പാൻ വാനമേഘങ്ങളിൽ അനധി വിദൂര ഭാവിയിൽ പ്രത്യക്ഷമാകാൻ പോകുന്ന രക്ഷകനായിട്ടാണ് പൗലോസ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2000 വർഷങ്ങളായി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സഭയാം കാന്തയെ അതിന്റെ പരിപൂർത്തി കണ്ടിട്ട് അവളെ സ്വീകരിപ്പാൻ സ്വർഗത്തിൽ നിന്ന് വാനമേഘങ്ങളിൽ ആഗതനാകുകയും വാനമേഘങ്ങളിലേക്ക് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യുന്ന സഭയുമായി മധ്യാകാശത്തിൽ വെച്ച് ക്രിസ്തു പരസ്പരം കണ്ടുമുട്ടുന്നു. അങ്ങനെ വിശ്വാസികളുടെ പ്രത്യാശയെ ഏറ്റവും അധികം ഉത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. ക്രിസ്തു സഭയുടെ രക്ഷകനായി വരുന്നു. അതാണ് ഈ പുസ്തകത്തിന്റെ സന്ദേശം.